നാരദ മഹർഷി സൽക്കർമ്മം ചെയ്യൂ എന്നുള്ള ആ നിർദ്ദേശം വേണ്ടതുപോലെ സ്വീകരിച്ച് അവിടെ നിന്നും അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഹരിദ്വാറിലേക്കാണ് പിന്നീട് പോയത്. ആ ഹരിദ്വാറിൽ ചെന്ന് അവിടെ വെച്ച് ശ്രീമദ് ഭാഗവതം സപ്താഹ യജ്ഞമായിട്ട് ശ്രീമദ് ഭാഗവതം നടത്തുകയാണ്. അങ്ങനെ സനകാദികൾ എന്ന സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ള ആ ഋഷീശ്വരന്മാരുടെ നേതൃത്വത്തിൽ ലോകത്തിൽ അത്യപൂർവമായിട്ട് ഹരിദ്വാർ എന്നു പേരായിട്ടുള്ള പുണ്യഭൂമിയിൽ, ഹരിയുടെ ഭൂമിയിൽ വെച്ചിട്ട് ഗംഗാതടത്തിൽ വെച്ച് ആനന്ദം എന്ന് പേരായിട്ടുള്ള ആ തടത്തിൽ വെച്ചിട്ട് ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നു. അതിൻ്റെ മാഹാത്മ്യം കേട്ടതോടുകൂടി അത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കൈ രണ്ടും ഉയർത്തി ശിരസിൽ പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് ഒരു സുന്ദരിയായ സ്ത്രീ ഇങ്ങോട്ട് ഹരിദ്വാറിലേക്ക് കയറി വരുന്നു. ഒപ്പം രണ്ട് കുട്ടികളുടെയും കൈ പിടിച്ചിട്ടുണ്ട്. ആരാ ഇവര്? ഭക്തിയുടെ രണ്ട് സന്താനങ്ങളാണ്, ജ്ഞാനവും വൈരാഗ്യവും. അവിടെ വൃന്ദാവനത്തിൽ തളർന്നു കിടന്നിരുന്ന ആ ജ്ഞാനവും വൈരാഗ്യവും ഇപ്പോഴും ഉണർന്നെഴുന്നേറ്റു. എങ്ങനെയാ ഉണർന്നെഴുന്നേറ്റത്? ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യം കേട്ടതോടുകൂടിയിട്ട്. അതാണ് ഭക്തിയെ പുഷ്ടിപ്പെടുത്താൻ ശ്രീമദ് ഭാഗവതത്തോളം കഴിവുള്ളത് വേറെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ ശ്രീമദ് ഭാഗവതം ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തി. മാത്രവുമല്ല, ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്ന സമയത്ത് ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എന്താ നിയമം എന്നറിയോ? ഈ എല്ലാവരും ഇരുന്നിട്ട് കേൾക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. ഇരുന്നിട്ടാണ് കേൾക്കേണ്ടത്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം സംഘാടക സമിതി. വെറുതെ അല്ല, ഇതൊക്കെ സംഘടിപ്പിക്കണം. അതെങ്ങനെയാ? കേൾക്കാൻ വന്ന പുമാന്മാർക്കും നാരിമാർക്കും കുട്ടികൾക്കും യഥോചിതം കഥ കേൾക്കാനിരിക്കേണ്ടും ആസനങ്ങൾ ഒരുക്കണം. കഥ കേൾക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കണം എന്നാണ്. എന്നാൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഈ ഭക്തി എന്ന ഈ ദേവിയും മക്കളൊക്കെ കൂടി വന്നുവല്ലോ. അപ്പൊ ഇവരൊക്കെ എവിടെയായി ഇരിക്കുക ഈ സപ്താഹം കേൾക്കാൻ വേണ്ടിയിട്ട്? മുന്നിലിരുത്തണോ അല്ല ഇവിടെ പ്രത്യേകിച്ച് വേദിയിലിരുത്തണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരു നിർദ്ദേശം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ശ്രദ്ധയോടുകൂടി ഭഗവത് കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭക്തിയും ഈ ജ്ഞാനവും ഈ വിഷയവൈരാഗ്യവും ഇരിക്കട്ടെ. ഭക്തിയും രണ്ട് മക്കളും ശ്രദ്ധയോടുകൂടി ഈ കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം. മറ്റു പലരും കേട്ടതുപോലെയോ മനസ്സിലാക്കിയതുപോലെയോ അല്ല, നമ്മുടെ മനസ്സിൽ ഈശ്വര കഥകൾ കേട്ടിട്ട് ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ആയാൽ അത് വലിയ ഗുണം ചെയ്യും. നാരായണീയത്തിലൊക്കെ പറയുന്നത് ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ ഗുണഗണലീലാകർമ്മനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. എന്റെ ഗുണഗണങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കപില ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ഗുണഗണങ്ങൾ മമ ഗുണഗണ ലീലാകർമ്മനൈ, എന്റെ കഥകള് ലീലകള് ഇതൊക്കെ കേൾക്കുക എന്നുള്ളത് അത് നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. ഭഗവത് കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ധ്യാനയോഗമാണ്,
വലിയൊരു എന്താ പറയേണ്ടത് തെറാപ്പിയാണ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ചികിത്സയാണ് ഈശ്വര കഥകൾ എന്ന് പറയുന്നത്. ആകർണനൈഹി, പിന്നെ കീർത്തനങ്ങളൊക്കെ പാടുക. ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളും പണ്ട് കാലത്ത് പ്രഭാതം മുതൽ ഇങ്ങനെ ഉച്ചത്തിൽ ജപിക്കുമായിരുന്നു. ഇന്നും വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ 3:30 മണി 4 മണി ആവുമ്പോഴേക്കും കൃഷ്ണകഥാനുകീർത്തനം വിസൃജ്യലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവ, ഇതിങ്ങനെ ഉച്ചത്തിൽ ജപിക്കുകയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തില് ഭക്തി ഉണ്ടാക്കാൻ സാധിക്കും. എന്റെ ഗുണഗണങ്ങളും കഥകളും കേൾക്കുക, ഈശ്വര നാമങ്ങൾ കേൾക്കുക, കീർത്തനാദ്യൈഹി, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. വഴിപാട് പോലെ എന്ന് പറയാറില്ലേ, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട്? അതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അതിനങ്ങനെ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുക. ആ ശ്രദ്ധയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോഴതിൽ നിന്നും 2-3 കാര്യങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത്. ഈ കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ശരിക്ക് കേൾക്കുക, ഒന്ന് കേട്ടു നോക്കുക, അതുപോലെ ചൊല്ലി നോക്കുക. അങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ നമ്മൾ അറിയാതെ ഈ ഉള്ളം കൈ മുതൽ ശരീരത്തിന് ഒരു വൈബ്രേഷൻ ഓഫ് പ്യുവർ പവർ എന്ന് പറയും നമ്മൾ. ഒരു ചൈതന്യം അങ്ങോട്ട് കയറി വരും നമ്മൾ അറിയാതെ. അതിൻ്റെ ഫലമായിട്ട് ഉടനെ തന്നെ എന്തുണ്ടാവും? ശ്രദ്ധാരതി ഭക്തി. ആദ്യം ശ്രദ്ധയുണ്ടാവും, പിന്നീട് ഒരു ആനന്ദമുണ്ടാകും, പിന്നെ അത് ഭക്തിയിലേക്ക് എത്തും, ഉയർന്ന പടിയായി. അത് എത്തിക്കാൻ വേണ്ടി ഭഗവാന്റെ ഗുണഗണങ്ങള്, കീർത്തനങ്ങള്, ആകർണനൈ കീർത്തനാദ്യൈ മൈസുരസരിതോക പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജേത്രി. മരണത്തെ പോലും ഞാൻ അതിജീവിച്ചിരിക്കുന്നു എന്നുള്ള തോന്നലിലേക്ക് മനുഷ്യ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭക്തിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ആ ഭക്തി കേൾക്കണമെങ്കിൽ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും കഥകളും കൊണ്ട് സാധിക്കുള്ളൂ. അതാണ് ഭാഗവതത്തിൽ ഉടനീളം പല പല കഥകളാൽ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. പല പല കഥകളിലൂടെ ഇതാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ശ്രീമദ് ഭാഗവതം. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾക്ക് എത്തുമ്പോൾ, പണ്ട് ഈ ഭക്തി കൊണ്ട് 5 വയസ്സുള്ള കൊച്ചുകുട്ടി പ്രഹ്ലാദൻ കേവലമായ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേക രൂപത്തെ, നരസിംഹമൂർത്തി, ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. എങ്ങനെയാ? ഭക്തി കൊണ്ട്. പ്രഹ്ലാദൻ കേവലമായ ഭക്തി കൊണ്ട്. പ്രഹ്ലാദന്റെ ജന്മം എവിടെയാണെന്നൊന്നും ആലോചിക്കരുത്. അസുരന്റെ പുത്രനാണ് പ്രഹ്ലാദൻ. ഹിരണ്യകശിപു ഈ ഭഗവാനില്ല, ഈശ്വരനില്ല എന്ന് അങ്ങനെ യുക്തിവാദവും നിഷേധാത്മകമായ നിലപാടും കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ പുത്രനാണ് പ്രഹ്ലാദൻ. പക്ഷേ ആ ഉണ്ണിയുടെ അമ്മയുടെ ഗർഭത്തിൽ ആ ഉണ്ണി കഴിയുന്ന സമയത്ത് തന്നെ നാരദ മഹർഷിയിൽ നിന്ന് കഥകളൊക്കെ കേട്ടതിന്റെ ഫലമായിട്ട് ഭക്തിയുടെ മുള പൊട്ടി. മഹാത്മാക്കളൊക്കെ പറഞ്ഞു തന്നൊരു വഴിയുണ്ട്. പുളകച്ചാർത്തടിമുടിയൻ മെയ്യിൽ മുള പൊട്ടിയിടും ദിനമെങ്ങോ അന്നാളെന്നു വരും അന്നാൾ എന്നു വരും ഭൗതിക സുഖശതലോഭങ്ങൾ ആകെയകന്നൻ ഹൃദയാന്തം പാവനമാകെ ഹരിനാമത്താൽ ഭാവസ്പന്ദനമേൽക്കുമ്പോൾ രാമഹരേ ജയ ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
രാമ കൃഷ്ണ ഗോവിന്ദ. ഭഗവാന്റെ ദിവ്യങ്ങളായ നാമങ്ങളൊക്കെ ജപിച്ച് ഭക്തിയോട് കൂടിയിട്ട് അധികം അറിയില്ലെങ്കിലും നാരായണ എന്നുള്ള നാമത്തിൻ്റെ മഹത്വമൊക്കെ ജപിച്ച് ആ ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ മുന്നിൽ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് പ്രത്യക്ഷമായി. കാരണം അങ്ങനെയുള്ളൊരു വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹിരണ്യകശിപു ബ്രഹ്മദേവനോട്. അകത്ത് വെച്ച് എന്നെ കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, മുകളിൽ വെച്ച് കൊല്ലരുത്, താഴെ വെച്ച് കൊല്ലരുത്, മനുഷ്യര് കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, അസുരന്മാര് കൊല്ലരുത്, ദേവന്മാര് കൊല്ലരുത്, ത്രിമൂർത്തികൾ നേരിട്ട് കൊല്ലരുത്, കൈകൊണ്ട് കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്, ദക്ഷസൃഷ്ടിയിൽ നിന്ന് മരണമുണ്ടാകരുത്, ഉരകങ്ങളിൽ നിന്ന് മരിക്കരുത് എന്നൊക്കെ ഒരുപാട് വരങ്ങൾ വാങ്ങിയിരുന്നു. കൈകൊണ്ട് കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്, നഖങ്ങൾ എന്താ പറയാ ഈ ഉണങ്ങിയത് കൊണ്ട് കൊല്ലരുത്, പച്ച കൊണ്ട് കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഈ വാക്കുകളൊക്കെ സത്യമാക്കിയിട്ട്, ആരുടെ വാക്കാണ് സത്യമാക്കുക എന്നറിയോ? പ്രഹ്ലാദന്റെ ഒരു വാക്ക് ഇവിടെ ഒന്ന് ഓർമ്മിക്കുക. നമ്മളൊക്കെ ദൃഢമായിട്ട് നമുക്കിതുപോലെ പറയാൻ പറ്റുന്ന സമയത്ത്, എവിടെയാണോ നിന്റെ ആ ശ്രീനാരായണൻ വിഷ്ണു ഞാനൊന്ന് കാണട്ടെ എന്ന് ആക്രോശിക്കുന്ന സമയത്ത്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു ധൈര്യപൂർവം. ഈ തൂണിലുണ്ടോ? ഓ ഉണ്ട്, ഈ തൂണിൽ ഞാൻ കാണുന്നു. അച്ഛാ, ആ ഭഗവാനെ, എൻ്റെ ഭഗവാനെ ഞാൻ ഈ തൂണിൽ കാണുന്നു എന്ന് ധൈര്യപൂർവം പറഞ്ഞ പ്രഹ്ലാദന്റെ മുന്നില് ആ സമയത്താണ്, എന്നാൽ നിന്നെ ഒന്ന് രക്ഷിക്കുന്നത് കാണട്ടടാ എന്ന് പറഞ്ഞ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ആ തൂണിലേക്ക് ഇടിച്ചതോട് കൂടിയിട്ട് കരിങ്കൽ തൂണ് പൊട്ടിപ്പിളർന്നു. അതിൽ നിന്നും സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം. ഭയമുണ്ടെങ്കിൽ ഈ സ്വരൂപമാണ് നമ്മൾ സ്മരിക്കേണ്ടത്. പേടിയുണ്ടോ? ഭയമുണ്ടോ? എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ പോകുമ്പോഴൊരു ഭയം, അല്ലെങ്കിൽ രാത്രിയായാൽ ഭയം, ഏത് ഭയങ്ങളും ഉണ്ടെങ്കിലും ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ആ മന്ത്രം ജപിച്ചാൽ മതി എന്നാണ്. എവിടെയാ ഈ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാ? വേറൊന്നുകൊണ്ടുമല്ല, പ്രഹ്ലാദന്റെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ തോറ്റുകൊടുക്കുകയാണ് ചെയ്തത്. എത്ര കഥകളാ ഭാഗവതത്തില്. ഭക്ത്യാ പുമാൻ ജാതവിരാഗ ഐന്ദ്രിയാൽ ദൃഷ്ടശ്രുതാൽ മദ്രജനാനുചിന്തയാ. ഭക്ത്യാ പുമാൻ ജാതവിരാഗ ഐന്ദ്രിയാൽ ദൃഷ്ടശ്രുതാൽ. ഭക്തിയോട് കൂടിയിട്ട് ഭക്തി അങ്കുരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, ആ പ്രഹ്ലാദൻ പറയുന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം. നമ്മൾ പ്രഹ്ലാദനെയൊക്കെ മറന്നുപോകും. പ്രഹ്ലാദനെ ആർക്ക് വേണം ഈ കാലഘട്ടത്തിൽ പ്രഹ്ലാദനെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും യുക്തിവാദമോ എന്തൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായാലും നമ്മൾ പ്രഹ്ലാദനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു കാര്യം നമ്മൾക്ക് ഓർമ്മിക്കുക, എന്താണെന്നറിയോ? പ്രഹ്ലാദന് നരസിംഹമൂർത്തി അനുഗ്രഹം കൊടുക്കാൻ കൈ ഇങ്ങനെ തലയിൽ വെച്ചാൽ ഏതൊരാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കും. ആപ്സ്യതയെന്ന എന്താഗ്രഹിച്ചോളൂ അത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് കരുണാമൂർത്തിയായ, ഇതുവരെ ഇല്ലാത്ത അപൂർവ അവതാരസ്വരൂപനായ നരസിംഹമൂർത്തി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഈ ലോകത്തില് ആർത്തി പൂണ്ടൊറ്റ ജനം, ദുഃഖമനുഭവിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ അവർക്ക് ആ ദുഃഖം, ആ ദാരിദ്ര്യ ദുഃഖം കൂടി തീർത്തു കൊടുത്തിട്ട് അവരുടെ പട്ടിണി കൂടി മാറ്റിയിട്ട് എനിക്ക് മോക്ഷം വേണ്ടതുള്ളൂ നരസിംഹമൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഹ്ലാദൻ. ഇതാരെങ്കിലും മനസ്സിലാക്കിയോ? ഇതല്ലേ ഭാഗവതം പഠിപ്പിച്ചു തരുന്നത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സോഷ്യലിസം നമുക്കിവിടെ കാണിച്ചു തരികയാണ്, പ്രഹ്ലാദനിലൂടെ കാണിച്ചു തരികയാണ്. പുതിയതൊന്നല്ല, ആശയം നല്ലതാ. എന്താ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് തീർത്തു കൊടുത്തിട്ടേ എനിക്ക് മോക്ഷം വേണ്ടു, അല്ലെങ്കിൽ ഞാൻ സ്വാർത്ഥനായി പോകുമെന്ന് നരസിംഹമൂർത്തിയോട് പറഞ്ഞ പ്രഹ്ലാദന്റെ മുന്നിൽ ഭഗവാൻ സന്തുഷ്ടനായത് ഭക്തി കൊണ്ടാണ്. ഭക്തി കൊണ്ട് ഭഗവാനെ തോൽപ്പിക്കുന്ന രംഗം പോലും ഉണ്ടായി പിന്നീട് എന്നാണ്. വളരെ വിശേഷപ്പെട്ടാണതാണ് ഈ കഥയൊക്കെ. ഇത് സപ്താഹത്തിൽ പറയാനുള്ളതോ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ കേൾക്കാനുള്ളതോ അല്ല സത്യത്തിൽ. കാരണം അവിടെ ഒന്നും ഇതിന് പരിമിതമായ സമയം ഉണ്ടാവുള്ളൂ. ശരിക്കും എങ്ങനെയാണെന്നറിയോ? എങ്ങനെ ഉണ്ടായത്? അനുഗ്രഹം കൊടുക്കും. ഒരു വരം തരട്ടെ പ്രഹ്ലാദ ഞാൻ എന്ന് ചോദിച്ചു നരസിംഹമൂർത്തി. അപ്പോൾ പറഞ്ഞു എനിക്ക് വരമൊന്നും വേണ്ട. അതായത് ഞാനൊരു 40 സ്തോത്രങ്ങൾ ജപിച്ചു, ഇതിന് കണക്കായിട്ട് എനിക്ക് വരം തരുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു കച്ചവടക്കാരന്റെ ഒരവസ്ഥയിലേക്ക് എത്തി. ഞാൻ അങ്ങോട്ടൊരു സാധനം തരിക, പകരം ഇങ്ങോട്ട് തരിക. അതൊന്നും ഭഗവാന്റെ മുമ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കരുണാമൂർത്തേ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വരം വാങ്ങിക്കണം, എന്നോട് ചോദിക്കണം, ഞാൻ തരും പ്രഹ്ലാദ എന്ന് പറയാ നരസിംഹമൂർത്തി. അപ്പോ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രഹ്ലാദൻ ഒരു വരം ചോദിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ പ്രോഗ്രാം കണ്ടതുകൊണ്ട് കാര്യമില്ല, ശ്രദ്ധിച്ചാൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നരസിംഹമൂർത്തി വരം കൊടുക്കാൻ തയ്യാറായി. സന്തോഷമായി നരസിംഹമൂർത്തിക്ക്. എന്തുകൊണ്ടാ? പ്രഹ്ലാദൻ ഒരു വരം ചോദിക്കുകയാണല്ലോ, എങ്ങനെയൊക്കെയോ നിർബന്ധിച്ചിട്ട്. പ്രഹ്ലാദൻ എന്താ ചോദിച്ചതെന്നറിയോ? എന്നാ ചോദിക്കട്ടെ ഭഗവാനെ. ഓ ചോദിച്ചോളൂ. എന്നാൽ അങ്ങയോട് വരം ചോദിക്കാൻ തോന്നാതിരിക്കാനുള്ള ഒരു വരം തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് നമ്മുടെ പ്രമാണം. ഏതാണെന്നറിയോ? ഭഗവാൻ തോറ്റു, ഭക്തൻ ജയിച്ചു. ഭക്തി കൊണ്ട് ഭഗവാനെ ഭക്തൻ തോൽപ്പിച്ചു. ഭഗവാൻ അങ്ങനെയാണ് തോൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ. ഇങ്ങനെ എത്ര എത്ര രംഗങ്ങളുണ്ടെന്നറിയോ? ഇതാണ് ഭാഗവതം നമുക്ക് ഓരോ കഥകളിലൂടെയും പല പല കഥകളിലൂടെ പറഞ്ഞു തരുന്നത്. എന്താ, ഇപ്പോൾ ഒരു വരം ചോദിച്ചതുപോലെ ആവുകയും ചെയ്തു, എന്നാൽ വരമൊന്നും ചോദിച്ചിട്ടുമില്ല. വരം ചോദിക്കാൻ തോന്നാതിരിക്കാനുള്ള ഒരു വരം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്രഹം മനസ്സിൽ ഉദിക്കാതിരിക്കാനുള്ള ഒരു വരമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് കാണിച്ചു തരികയാണ് പ്രഹ്ലാദന്റെ ചരിത്രത്തിലൂടെ. എന്ന് മാത്രമല്ല, അവിടെ പ്രഹ്ലാദന് അനേകം വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു നരസിംഹമൂർത്തി. പ്രഹ്ലാദന്റെ സ്തുതി കേട്ട് സന്തുഷ്ടനായിട്ടാണ്. പ്രഹ്ലാദ സ്തുതിയൊക്കെ സന്ധ്യക്കൊക്കെ ജപിക്കുന്നതൊക്കെ നല്ലതാട്ടോ എല്ലാവർക്കും, വളരെ ശ്രേഷ്ഠമാണ്. ഇന്നിപ്പോൾ കുറച്ചു നേരത്തെ ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഒരാൾ വിളിച്ചു. ചെറിയ കുട്ടിയാണ്, കൊച്ചു കുട്ടിയാണ്. പക്ഷെ അറിയില്ല, എങ്ങനെയൊക്കെയോ കൂടി കഷ്ടപ്പെട്ടിട്ട് പ്രഹ്ലാദ സ്തുതി ചൊല്ലിയിട്ടിട്ടുണ്ട്, തിരുമേനി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും, കാരണം ആ പ്രേരണ കൊണ്ട് എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തോന്നുന്നവർ വളരെ ശ്രേഷ്ഠം. അതാണ് പ്രഹ്ലാദനിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. ആ പ്രഹ്ലാദന് അതിശ്രേഷ്ഠമായിട്ടുള്ള സ്തുതി സ്തുതിച്ചിട്ടുണ്ട് ഭാഗവതത്തിലൂടെ. നമുക്കത് ക്രമേണ പഠിക്കാം. ഭാഗവത ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ പഠിക്കാം. പക്ഷെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്തുതിയിലൂടെ നമ്മൾ കടന്നു പോവുക. എന്നിട്ട് നമുക്ക് ഈ ഭക്തിയുടെ ഒരു പാരമ്യതയിലേക്ക് എത്തുക. ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ മന്യേധനാഭിജനരൂപതപശ്രുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുദോഷ ഭഗവാൻ ഗജയൂഥപായ ഭക്ത്യാ തുദോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി കൊണ്ടാണ്